അധികം വർക്കുകളൊക്കെ ഉള്ള സമയത്തായിരിക്കും നമുക്ക് അതിനിടയിൽ ഇങ്ങനെയുള്ള ചെറിയ പണികളും കൂടി കിട്ടുന്നത്. അതും ഫൈനൽ കോട്ടിങ്ങും ഡ്രിപ്പിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം. ഇത് കൂടാതെ ചെറിയൊരു പണിയും കൂടി വേറെ കിട്ടി. അതായിരുന്നു ദേ ഇതട്ടോ. 4.5 kg ബാറ്ററി ആയിരുന്നു റെഡിയാക്കേണ്ടത്. 4 kg ബാറ്ററി റെഡിയാക്കുന്ന സ്റ്റാൻഡ് മിക്സറിൽ അത്രയും ബാറ്ററി കൂടുതലെടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പൊങ്ങില്ലേ. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. ഇനി ഫ്ലോറും അതുപോലെ തന്നെ പാലും എല്ലാം കൂടി ഒഴിച്ച് വരുമ്പോഴേക്കും ഇത് ചാടി പുറത്തേക്ക് പോരുമെന്നുള്ളത്. പക്ഷെ അതെന്തായാലും സംഭവിച്ചില്ല. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അധികം ഓർഡേഴ്സൊക്കെ ഉള്ളപ്പോൾ വീഡിയോസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അടുപ്പിച്ച് നമ്മൾ വീഡിയോസ് ഇടാത്തത്. ഇതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വാനില കേക്കായിരുന്നു കേട്ടോ. 6 ഇഞ്ചിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്തത്. മോഡലും റെഫറൻസും നമുക്ക് കസ്റ്റമർ ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സും അതുപോലെ തന്നെ ഫോണ്ടൻറ്റും കൊണ്ട് ചെയ്ത ഒരു പൂച്ചക്കുട്ടിയും കൂടി ഈ കേക്കിൽ വെക്കാനുണ്ടായിരുന്നു. പൂച്ചക്കുട്ടി അവരയച്ചു തന്ന മോഡലിൽ കുറച്ച് വലുതായിരുന്നു. പക്ഷെ അത്രയും വലുത് വരുമ്പോഴേക്കും നമുക്ക് റേറ്റ് നല്ല വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈസിലാണ് ചെയ്തത്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പറും കൂടി സൈഡിൽ വെച്ചിട്ടോ. പിന്നെ പൂച്ചക്കുട്ടീനെ ഭയങ്കരമായിട്ടൊന്നും സൂം ചെയ്ത് നോക്കണ്ട, അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. നമുക്ക് തിരക്കുള്ളപ്പോൾ ഒരുപാടൊന്നും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റില്ല. പിന്നെ ഫോണ്ടൻറ്റ് വർക്ക്സ് ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആ കേക്ക് നമ്മൾ ഫിനിഷൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം അടുത്തതൊരു ഡിനോസർ തീമിലുള്ള കേക്കായിരുന്നു. ഇതെൻ്റെ കസിൻ തന്ന ഓർഡറായിരുന്നു കേട്ടോ. ഇതും നമുക്ക് സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ഫ്ലേവറായിരുന്നു. 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ തന്നെയാണ് ഈ കേക്കും റെഡിയാക്കിയത്. കേക്കിൽ വെച്ചിരിക്കുന്ന ഡിനോസർ ടോയ്സ് എല്ലാം നമ്മൾ ആമസോൺ വഴി ഓൺലൈൻ വാങ്ങിച്ചതാണ്. കാരണം ഷോപ്പിലൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2-3 ദിവസം മുന്നേ തന്ന ഓർഡർ ആയതുകൊണ്ട് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വാങ്ങിക്കാനായിട്ട് പറ്റി. പിന്നെ ചോക്ലേറ്റ് സ്പഞ്ചിൻ്റെ ക്രംസൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഇതുപോലെ മേളിലും സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്പഞ്ച് ഇല്ലെന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറിയോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും പൊടിച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ 2 എണ്ണം താഴെയും ഒരു ടോയ് മുകളിലായിട്ടാണ് സെറ്റ് ചെയ്തത്. ഈ ടോയ്സൊക്കെ ഒന്നും കൂടി കെയർഫുള്ളായിട്ട് 2 സൈഡ് ടേപ്പ് എന്തെങ്കിലും വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് മറന്നു പോയായിരുന്നു കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതായിരുന്നു. അടുത്തത് നമുക്കൊരു ബാപ്റ്റിസം കേക്ക് ആയിരുന്നു കേട്ടോ. ഫ്ലേവർ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു. 2 7 ഇഞ്ചിൻ്റെ ടിന്നിലായിട്ട് ചെയ്തത് കാരണം കേക്കിന് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. പിന്നെ കസ്റ്റമർക്ക് 2 ഏഞ്ചൽസ് വെക്കണം, കാരണം ട്വിൻസ് ആയിരുന്നു കുട്ടികൾ. അപ്പോൾ 2 ഏഞ്ചൽസ് ആണ് വെക്കേണ്ടത്. അത് ടോയോ അതല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിക്കറോ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടോ. പിന്നെ ജസ്റ്റ് ഒരു കുരിശും പിന്നെ പേരൊക്കെ എഴുതി നമ്മൾ കേക്ക് ഒന്ന് സെറ്റ് ചെയ്തു. ഇതേപോലെ നമ്മൾ 2 ടിന്നിലായിട്ടൊക്കെ 1 kg ബാറ്ററി ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ നമുക്ക് കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ കുക്കി പൈയുടെ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് 2 എണ്ണമാണ് ഉണ്ടായിരുന്നത്. ഒരെണ്ണം ഓൾറെഡി നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് ഇതുപോലെ ഫെറാറോ മൂവ്മെൻറ്റ്സ് വെച്ച് ഫില്ല് ചെയ്തിട്ട് ചെയ്യാനായിട്ടായിരുന്നു. കുക്കി പൈ നമ്മൾ ഫില്ലിങ്സ് എല്ലാം കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. കുക്കി പൈയുടെ റെസിപ്പി വീഡിയോ ഓൾറെഡി ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് 2 ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു. ഒരു 1 kg ഒരു 1/2 kg. ഇത് നമ്മൾക്ക് കുക്കി പൈയുടെ കൂടെ തന്നെ കൊടുക്കാനുണ്ടായിരുന്ന 1/2 kg ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ അത് നോർമലായിട്ടുള്ളൊരു ഡിസൈനാണ്. കസ്റ്റമർക്കും പ്രത്യേകിച്ച് റിക്വയർമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്തിട്ടാണ് കൊടുത്തത്. പിന്നെ ഉണ്ടായിരുന്ന 1 kg ചോക്ലേറ്റ് കേക്കും കസ്റ്റമർ റിക്വയർമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ഡിസൈനാണ് കൊടുത്തത്. അപ്പോൾ ഈ കേക്കിനാണെങ്കിൽ ചെറിയൊരു പണിയും ഇതിൻ്റെ ഇടയിൽ കിട്ടിയായിരുന്നു. നമ്മുടെ വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ടതുപോലെ ഈ ഡ്രിപ്പിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് പുറത്തെടുത്തപ്പോഴേക്കും കൈ ഒന്നും അറിയാണ്ട് കൊണ്ടു. 2 കേക്കിനും ഇതുപോലത്തെ സെയിം നോസിൽ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നതും. വർക്കുകൾ കൂടുതലുള്ളപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നോർമൽ ഡിസൈൻസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കസ്റ്റമൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിൽ തന്നെ കേക്കുകളെല്ലാം ചെയ്യും. അപ്പോൾ ഇതിൻ്റെ റൈറ്റിങ്സും കൂടി എഴുതി 1 kg ചോക്ലേറ്റ് കേക്കിൻ്റെ റൈറ്റിങ്സ് എഴുതാൻ വേണ്ടി എടുത്തപ്പോഴാണ് നമുക്ക് ആ പണി കിട്ടിയത്. പിന്നെ അതെന്തായാലും സെറ്റ് ചെയ്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ കൈയൊന്ന് കൊണ്ടായിരുന്നു. ബേസ് ഫ്രിഡ്ജിൽ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു മെയിൻ പ്രശ്നം. അപ്പോൾ ഒന്ന് ശക്തമായിട്ട് വലിച്ചപ്പോഴാണ് ഇങ്ങനൊരു പണി കിട്ടിയത്. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നൈഫ് വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടോ. ഈ ഡ്രിപ്പിങ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഡ്രിപ്പ് ചെയ്തതാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം. അപ്പോൾ എന്തായാലും കേക്കൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്തെടുത്തിട്ട് അവിടെ കുറച്ച് ഡ്രിപ്പിംഗ് ഒക്കെ ഇട്ട് കേക്ക് റെഡിയാക്കി എടുത്തിട്ടോ. 1/2 kg കേക്കിന് കൊടുത്ത സെയിം ഡിസൈൻ തന്നെയാണ് 1 kg കേക്കിന് കൊടുത്തത്. പിന്നെ നമ്മൾ സെൻറ്ററിൽ റൈറ്റിങ്സും കൂടി എഴുതി. അപ്പോൾ സിംഗിളായിട്ടുള്ള കേക്കുകളെല്ലാം ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ 3 ടയർ കേക്ക് ചെയ്യാനായിട്ട് എടുത്തത്. ഇതെൻ്റെ ഫ്രണ്ട് വഴി വന്നൊരു ഓർഡറായിരുന്നു. അപ്പോൾ അവരുടെ തീം മിക്കി മൗസ് ആയിരുന്നു. പിന്നെ ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട, ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ എന്തായാലും കേക്കിന് ഒരുപാട് കളേഴ്സ് കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കേക്ക് ഫുള്ള് വൈറ്റ് കൊടുത്തിട്ട് നമ്മൾ ഈ സെൻറ്ററിൽ കൊടുക്കുന്ന ഡിസൈൻസ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ചെറിയ നോസിൽ ഡിസൈൻ ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുള്ളത് കാരണം ചെറിയ നോസിൽ ഡിസൈനാണ് കൊടുത്തത്. പിന്നെ ഇതിൽ ഫുള്ള് നമുക്ക് മിക്കി മൗസിൻ്റെ തീമിലുള്ള പ്രിൻറ്റുകൾ വെക്കാനായിരുന്നു. അതുപോലെ തന്നെ ഇത് ഫുള്ള് കേക്കല്ല, താഴെ നമ്മൾ 9 ഇഞ്ചിൻ്റെ ഡമ്മിയും സെൻറ്ററിൽ 7 ഇഞ്ചിൻ്റെ ഡമ്മിയും മേലിൽ 5 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്ത കേക്കുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡമ്മിയുടെ എല്ലാം സൈസ് വരുന്നത് 5 ഇഞ്ച് ഹൈറ്റും 9 ഇഞ്ച് വീതിയും 7 ഇഞ്ച് വീതി അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കേക്കിൽ ഇതേപോലെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു ടോപ്പറും അതുപോലെ നമ്മൾ പ്രിൻ്റ് എടുത്തതിൽ ഇതുപോലെ റെയിൻബോയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പല വലുപ്പത്തിലുള്ള മിക്കി മൗസിൻ്റെ സ്റ്റിക്കറുകളും പ്രിൻ്റ് എടുത്തിട്ടോ. അപ്പം കംപ്ലീറ്റ് നമ്മൾ എല്ലാ പ്രിൻറ്റുകളും അതുപോലെ തന്നെ കുറച്ച് ഫോക്സ് ബോൾസും അങ്ങനെയുള്ള കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസും കൂടി നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ടുണ്ടായിരുന്നത് റെഡ് വെൽവെറ്റ് ആയിരുന്നു. ടോട്ടൽ നമ്മളൊരു 4.5 kg ആണ് റെഡ് വെൽവെറ്റ് കേക്ക് ചെയ്തത്. അത് ഇൻക്ലൂഡിങ് പീസ് കേക്ക്. കസ്റ്റമർക്ക് ഒരു 100 പീസ് റെഡ് വെൽവെറ്റ് കേക്കും കൂടി വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ടെടുത്ത മെയിൻ കേക്ക് വെയിറ്റ് കുറച്ചെടുത്തത്. പിന്നെ ഇതുപോലെയുള്ള 3 ടയർ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ചെയ്യുന്ന വർക്കുകളും അതുപോലെ തന്നെ ഡെക്കറേഷൻ ഐറ്റംസ്, ടോപ്പേഴ്സ് എല്ലാത്തിൻ്റെയും റേറ്റ്സ് സെപ്പറേറ്റ് വരും. അതുകൊണ്ട് തന്നെ നമുക്കൊരു കറക്റ്റ് റേറ്റ് പറയാനായിട്ട് പറ്റില്ല. മൊത്തം വർക്ക് കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു എമൗണ്ട് പറയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആ കേക്കിൻ്റെ കൂടെ കൊടുക്കാനുള്ള പീസ് കേക്കുകളായിരുന്നു. അതും ഒരു ബ്ലൂ ഷെയ്ഡായിരുന്നു. പിന്നെ റെഡ് വെൽവെറ്റ് ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്രംസ് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് മേളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മളുടെ അടുത്ത പരിപാടി സേഫായിട്ട് ഡെലിവറി ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ കേക്കും നമ്മളുടെ പീസ് കേക്കും അതുകൂടാതെ നമ്മളുടെ 1/2 kg ചോക്ലേറ്റ് കേക്കും കുക്കി പൈയും എല്ലാം നമ്മൾ ഒരുമിച്ചാണ് ഡെലിവറി ചെയ്തത്. അപ്പോൾ കേക്ക് നമ്മൾ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവേണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.